മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മംഗളവാർത്ത കാലത്തിലെ 23-ാമത്തെ ദിവസത്തിൽ നാം എത്തി നിൽക്കുകയാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിറവി തിരുനാളിനെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ആദിമാതാപിതാക്കളുടെ പാപം മൂലം നഷ്ടപ്പെട്ടു പോയ പറുദീസായിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ പൂർവികർക്ക് ദൈവം നൽകിയ രക്ഷാവാഗ്ദാനമായിരുന്നു രക്ഷകനായ മിശിഹ. കാലത്തിൻ്റെ തികവിൽ അവൻ മനുഷ്യനായി പരിശുദ്ധ കന്യകയിൽ നിന്ന് ജനിച്ചുവെന്ന് നാം സുവിശേഷത്തിൽ വായിക്കുകയും അത് നാം വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലും വിശ്വാസത്തിലും വളരെയധികം പ്രാമുഖ്യമുള്ള ഒരു ഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി സഭാമാതാവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുക. സമാന്തര സുവിശേഷങ്ങളായ മത്തായിയുടെയും മാർക്കോസിൻ്റെയും ലൂക്കായുടെയും സുവിശേഷ ആഖ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണല്ലോ യോഹന്നാൻ ഈശോയുടെ സുവിശേഷം അവതരിപ്പിക്കുക. ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആദിയിൽ തന്നെ നിലനിന്നിരുന്ന വചനത്തെക്കുറിച്ചാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. നാം വിശ്വസിക്കുകയും നാം ഏറ്റുപറയുകയും ചെയ്യുന്ന ആ വചനം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ജീവദായകവും പ്രകാശഭരിതവും അന്ധകാരത്തെ നീക്കുന്നതുമാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ 3 പ്രധാന പദങ്ങൾ ജീവനെന്നതും പ്രകാശമെന്നതും അന്ധകാരമെന്നതുമാണ്. എന്തിനാണ് ഈശോ മനുഷ്യനായത്? ഈശോ മനുഷ്യനായത് നമുക്ക് ജീവൻ ഉണ്ടാകാനും ആ ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. എന്തിനാണ് ഈശോ കടന്നു വന്നത്? നമുക്ക് പ്രകാശമാകാനാണ്. പ്രകാശം എവിടെയാണ്? അന്ധകാരത്തിലാണ് പ്രകാശത്തിൻ്റെ ആവശ്യകത. അതെ, ഈ 3 പദങ്ങളും നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നതും ധ്യാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും മറ്റൊന്നുമല്ല, പാപം മൂലം മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന അന്ധകാരത്തെ ക്രിസ്തുവാകുന്ന പ്രകാശം കൊണ്ട് ഇല്ലാതാക്കി ക്രിസ്തു നൽകുന്ന ജീവനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവൻ സമൃദ്ധമാക്കാനുള്ള ആഹ്വാനമാണ്. യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിലുടനീളം അവതരിപ്പിക്കുന്ന ആശയത്തിൻ്റെ കൂടെ ഒരു സംഗ്രഹമാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം എന്നത്. ദൈവം നമുക്ക് നൽകിയ ജീവനെ പരിപോഷിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മിലേക്ക് കടന്നു വരുന്ന അന്ധകാരാവൃതമായ ജീവിത സാഹചര്യങ്ങളെ ക്രിസ്തുവാകുന്ന പ്രകാശം കൊണ്ട് കത്തിജ്വലിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കറിയാം, നമ്മൾ ഇന്നും ഒരു അന്ധകാരാവൃതമായ ലോകത്തിലാണ് ജീവിക്കുക. പാപത്തിൻ്റെ, സ്വാർത്ഥതയുടെ, അടിമത്തത്തിൻ്റെ, തൻപോരിമയുടെയൊക്കെ അന്ധകാരത്തിലാണ് നാം ആയിരിക്കുക. എങ്കിൽ തീർച്ചയായും ആ അന്ധകാരത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവാകുന്ന പ്രകാശം കൊണ്ട് മാറ്റേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. ആ ജീവനെ സമൃദ്ധമാക്കാനാണ് കർത്താവ് മനുഷ്യനായത്. തന്നെ പകുത്തു നൽകിക്കൊണ്ട്, തന്നെ അപ്പമായി നൽകിക്കൊണ്ട് അവൻ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും താങ്ങും തണലും സമ്പൽ സമൃദ്ധിയും നൽകുകയാണ്. അവൻ നൽകുന്ന ജീവൻ നിത്യമായ ജീവനാണ്. ഒരുപക്ഷെ നമ്മുടെ മാനുഷികമായ ഭൗതികമായ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്ത് ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന നിത്യജീവനിലേക്കാണ് നാം പ്രവേശിക്കാൻ നമ്മെ തന്നെ ഒരുക്കേണ്ടത്. ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ, ഈ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിലെ അന്ധകാരാവൃതമായ സാഹചര്യങ്ങളെ
ക്രിസ്തുവാകുന്ന പ്രകാശം കൊണ്ട് കത്തിജ്വലിപ്പിക്കാൻ നമുക്ക് നൽകപ്പെട്ട ആ ജീവനെ, മാമോദിസായോട് നൽകപ്പെട്ട പുനർജീവനെ, അതിനെ സമ്പന്നമാക്കാനായിട്ട് എത്രമാത്രം നാം പരിശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ യുക്തമാണ്. ഈ ക്രിസ്മസ് കാലം നമ്മെ ആ ഒരു ആത്മപരിശോധനയ്ക്ക് സഹായിക്കട്ടെ. അന്ധകാരത്തെ മാറ്റി നിർത്തി ക്രിസ്തുവാകുന്ന പ്രകാശം കൊണ്ട് നമ്മെ തന്നെ നിറച്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവനെ സമൃദ്ധമാക്കാൻ ഈ ക്രിസ്മസും പുൽക്കൂട്ടിലെ ഉണ്ണിമിശിഹായും നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.